പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. വി ആർ ഡിസ്കസിംഗ് ദ ഫോർത്ത് ചാപ്റ്റർ ഓഫ് പ്ലസ് വൺ അക്കൗണ്ടൻസി, recording of transactions second, and in this session we will discuss the third type of cash book, petty cash book. നമ്മൾ പഠിക്കുന്നത് പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ നാലാമത്തെ പാഠം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് സെക്കൻഡ് എന്നതാണ് പാഠത്തിന്റെ പേര്. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് പരീക്ഷയ്ക്കൊക്കെ എല്ലാ വർഷവും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹൗ ടു പ്രിപ്പയർ പെറ്റി ക്യാഷ് ബുക്ക്. എങ്ങനെ നമുക്കൊരു പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ കൂടുതൽ പഠന വിഭവങ്ങൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് താഴെ കാണുന്ന ബ്ലോഗ് hsstimes.blogspot.com വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ പ്രഗത്ഭരായ നിരവധി അധ്യാപകർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. So let's begin our session. In this session we will discuss the concept of petty cash book. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പെറ്റി ക്യാഷ് ബുക്ക് എന്ന ഒരു കൺസെപ്റ്റ് ആണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ്. Cash book, we have already learned how to prepare a cash book, single column cash book and a double column cash book. Cash book എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is a special journal maintained in an organization with an intention of, it's equal to, it's a journal and ledger. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. Cash receipt, cash book is a statement prepared in an organization to record all cash receipts and cash payments. നമുക്കറിയാം ക്യാഷ് ബുക്കിന് രണ്ട് സൈഡാണുള്ളത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ് സൈഡ് ആണ്, റെസിപ്റ്റ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡ് പേയ്മെന്റ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, ഇൻ എൻ ഓർഗനൈസേഷൻ സം സ്മോൾ ട്രാൻസാക്ഷൻസ് വിൽ ടേക്സ് പ്ലേസ്. നോക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു കമ്പനിക്കകത്ത് ചെറിയ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കാൻ സാധ്യതയുണ്ട്. അതായത് ഓട്ടോ ചാർജ് കൊടുക്കുക, A4 ഷീറ്റ് വാങ്ങിക്കുക, പെന്ന് വാങ്ങിക്കുക, പെൻസിൽ വാങ്ങിക്കുക, അതുപോലെ തന്നെ പോസ്റ്റേജ് സ്റ്റാമ്പ് വാങ്ങിക്കുക, കവർ വാങ്ങിക്കുക. ഇതിനൊക്കെ ചെറിയ പണം മാത്രമേ നമുക്ക് ചിലവാകുന്നുള്ളൂ. സ്റ്റാമ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 10 രൂപ, ഓട്ടോ ചാർജ് 30 രൂപ, ഒരു അൺലോഡിംഗ് ചാർജ് ഒരു 50 രൂപ, ഇനിയിപ്പോൾ കൊറോണയ്ക്ക് ആയതുകൊണ്ട് സാനിറ്റൈസർ വാങ്ങിച്ച് 100 രൂപ. ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ എമൗണ്ട് മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ നടക്കും. Suppose if we record all such small transactions in our main cash book, the preparation of the main cash book will become a difficult task. ഇങ്ങനെ ഒരു ദിവസം തന്നെ ഒരു 50-60 ചെറിയ പേയ്മെന്റ് കമ്പനിയിൽ ഉണ്ടാവും. ഇതൊക്കെ മെയിൻ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് മാറും. അതുകൊണ്ട് സാധാരണഗതിയിൽ കമ്പനികളിൽ ഒരു സ്പെഷ്യൽ ബുക്ക് കൂടെ, ഇൻ അഡീഷൻ ടു ദ മെയിൻ ക്യാഷ് ബുക്ക്, ജനറലി ഇൻ ആൻ ഓർഗനൈസേഷൻ അനദർ സ്പെഷ്യൽ ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ്. ഇറ്റ്സ് നെയിം ഈസ് പെറ്റി ക്യാഷ് ബുക്ക്. ആസ് തന്നെ പെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരം, മൈന്യൂട്ട് ആയിട്ടുള്ള, വലിയ വിലയൊന്നും ഇല്ലാത്ത നിസാരക്കാരനായ, പെറ്റി സ്മോൾ എന്നുള്ളൊരു മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് എ ക്യാഷ് ബുക്ക് പ്രിപ്പയർഡ് ഇൻ എൻ ഓർഗനൈസേഷൻ ടു റെക്കോർഡ് പെറ്റി ട്രാൻസാക്ഷൻസ്. പെറ്റി ട്രാൻസാക്ഷൻ മീൻസ് എ ട്രാൻസാക്ഷൻ വിച്ച് ഇൻവോൾവ്സ് സ്മോൾ എമൗണ്ട് ഓർ സ്മോൾ പേയ്മെന്റ്. വളരെ ചെറിയ പേയ്മെന്റ് മാത്രമുള്ള ട്രാൻസാക്ഷൻസ് ആണ് പെറ്റി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാഷ് ബുക്ക് ആണ് പെറ്റി ക്യാഷ് ബുക്ക്. In every organization, a large number of small payments such as cartage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കൂലി, കാർട്ടേജ്, പോസ്റ്റേജ്, അത് പോസ്റ്റ് ചെയ്യാനുള്ള സ്റ്റാമ്പിൻ്റെയും കവറിൻ്റെ ഒക്കെ പൈസ, ടെലിഫോൺ ചാർജസ്, ഒരു 100-200 രൂപ ടെലിഫോൺ ചാർജ്, മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ റീചാർജ് ചെയ്യുക, ടെലിഫോൺ ചാർജസ്, സ്റ്റേഷനറി, പെന്ന്, പെൻസിൽ തുടങ്ങിയ കാര്യങ്ങൾ, ബസ് ഫെയർ, നമ്മുടെ ക്ലർക്കിന് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് ചാർജ് വേണ്ടി വന്നു, ഒരു 50 രൂപ. ഇങ്ങനെയുള്ള ചെറിയ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ദേ ആർ ജനറലി റിപ്പീറ്റേറ്റീവ് ഇൻ നാച്ചർ. ഇത് റിപ്പീറ്റേറ്റീവ് ആണ്. ഒരു ദിവസം തന്നെ ഒരുപാട് തവണ ഇത് ഉണ്ടായേക്കാം. ഒരു മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യും. ബസ് ചാർജൊക്കെ എപ്പോഴും കൊടുക്കേണ്ടി വരും. പിന്നെ A4 ഷീറ്റ് എല്ലാ ദിവസവും ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇഫ് ഓൾ ദീസ് പേയ്മെന്റ്സ് ആർ മെയ്ഡ് ബൈ ദ മെയിൻ ക്യാഷ്യർ ആൻഡ് ആർ റെക്കോർഡഡ് ഇൻ ദ മെയിൻ ക്യാഷ് ബുക്ക്, ദ ക്യാഷ്യർ വിൽ ബി ഓവർബർഡൻഡ് വിത്ത് ദ വർക്ക് ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബുക്ക് വിൽ ബിക്കം എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഇഫ് ഓൾ ദീസ് പേയ്മെന്റ്സ് ആർ മെയ്ഡ് ബൈ ദ മെയിൻ ക്യാഷ്യർ, ഇങ്ങനെയുള്ള എല്ലാ പേയ്മെന്റ്സും മെയിൻ ക്യാഷ്യർ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് റെക്കോർഡഡ് ഇൻ ദ മെയിൻ ക്യാഷ് ബുക്ക്, കൂടാതെ മെയിൻ ക്യാഷ് ബുക്കിൽ തന്നെ റെക്കോർഡ് ചെയ്താൽ ദ ക്യാഷ്യർ വിൽ ബി ഓവർബർഡൻ വിത്ത് ദ വർക്ക്.
ക്യാഷ്യർ, ദ മെയിൻ ക്യാഷ്യർക്ക് എന്തായിരിക്കും ജോലി, ഒരുപാട് ജോലി വരും, ഓവർ ബർഡൻ ആയിട്ട് മാറും. താങ്ങാൻ പറ്റാത്ത ജോലി, ഓവർ ബർഡൻ, ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അധികമായിട്ട് വരും. ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബുക്ക് വിൽ ബിക്കം എ ഡിഫിക്കൽട്ട് ടാസ്ക്. കൂടാതെ ക്യാഷ് ബുക്കിന്റെ പ്രിപ്പറേഷൻ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് മാറും. ക്ലിയർ? എക്സാമ്പിൾ, ഇതാ പെന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു 20 രൂപ ചിലവായി, പെൻസിൽ വാങ്ങിച്ചു ഒരു 10 രൂപ, A4 ഷീറ്റിന്റെ ഒരു ബണ്ടിൽ വാങ്ങിച്ചു 50 രൂപയുടെ A4 ഷീറ്റ്, ടെലിഫോൺ ബില്ല് പേ ചെയ്ത് 200 രൂപ. ഇതൊക്കെ കമ്പനിയിലുള്ള പെറ്റി ട്രാൻസാക്ഷൻസ് ആണ്. ഈ കാണുന്ന കാര്യങ്ങൾ കണ്ടില്ലേ? ഒരു പെന്ന് വാങ്ങാൻ 20 രൂപ, ഇറ്റ് ഇസ് എ പെറ്റി ട്രാൻസാക്ഷൻ. പെൻസിൽ വാങ്ങാൻ 10 രൂപ, ഇറ്റ് ഇസ് എ പെറ്റി ട്രാൻസാക്ഷൻ. പേപ്പർ വാങ്ങാൻ 50 രൂപ, ഇറ്റ് ഇസ് എ പെറ്റി ട്രാൻസാക്ഷൻ. അപ്പൊ ചെറിയ ചെറിയ എമൗണ്ട് ഉള്ള ട്രാൻസാക്ഷൻസ് ആണ്. ഇതൊക്കെ പേയ്മെന്റ് സൈഡിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, മെയിൻ ക്യാഷ് ബുക്ക് ഒന്ന് ആലോചിച്ച് മനസ്സിലേക്ക് കൊണ്ടുവന്നേ, അതിന്റെ പേയ്മെന്റ് സൈഡിൽ ഇങ്ങനെ ഒരു 100 ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? വളരെ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും, അതൊരു കാണാനും സുഖം ഉണ്ടാവില്ല, അത് ഒരു കുറച്ച് ഓവർ ബർഡൻഡ് ടാസ്ക് ആയിട്ട് മാറും. ക്ലിയർ? അപ്പൊ ഇങ്ങനെ കാണുന്ന, ഈ സ്ക്രീനിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ പെറ്റി ട്രാൻസാക്ഷൻസ് ആണ്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന്. ടു അവോയ്ഡ് ദിസ്, ആസ് ഓർഗനൈസേഷൻ ക്യാൻ അപ്പോയിന്റ് ആൻ എംപ്ലോയി ആസ് പെറ്റി ക്യാഷർ. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് ഒരു പുതിയ ഒരു എംപ്ലോയിയെ അപ്പോയിന്റ് ചെയ്യാം. അയാളുടെ പേരാണ് പെറ്റി ക്യാഷർ. ടു അവോയ്ഡ് this means to avoid recording of petty transactions in main cash book, the company can appoint another employee called petty cashier. He is entrusted with the task of making small payments. അയാളുടെ ടാസ്ക് എന്താണ്? ഹി ഈസ് ഇൻട്രസ്റ്റഡ്, ഹിസ് ജോബ് ഈസ് ടു മേക്ക് സ്മോൾ പേയ്മെന്റ്സ് ആൻഡ് റെക്കോർഡ്സ് ദം ഇൻ എ സെപ്പറേറ്റ് ബുക്ക്. അയാളുടെ ജോലി എന്താ? ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പേയ്മെന്റുകൾ നടത്തിയിട്ട് അതിനെ ഒരു സെപ്പറേറ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക, കോൾഡ് പെറ്റി ക്യാഷ് ബുക്ക്. ആ ബുക്കിന്റെ പേരാണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ക്യാഷ് പേയ്മെന്റ്സ് വിച്ച് ആർ ടു സ്മോൾ ടു ബി പെയ്ഡ് ബൈ ചെക്ക്. Petty cash book is used for recording cash payments which are too small to be paid by check. ഇത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുസ്തകമാണ്? ക്യാഷ് പേയ്മെന്റുകൾ, വളരെ ചെറിയ കുഞ്ഞു ട്രാൻസാക്ഷൻസ്. അതായത് ഇപ്പോൾ 20 രൂപയുടെ പെന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ഷോപ്പിൽ ഒരു ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ കച്ചവടക്കാരൻ്റെ വായിലിരിക്കുന്ന നല്ല തെറി നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ ചെക്ക് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താൻ പറ്റാത്ത ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്, ചെറിയ ട്രാൻസാക്ഷൻസ്. അപ്പോൾ കുഞ്ഞു ട്രാൻസാക്ഷൻസിന് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന്. പെറ്റി ക്യാഷ് ബുക്ക്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇംപ്രസ്ഡ് സിസ്റ്റം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്നുള്ളൊരു കാര്യം. ഇംപ്രസ്ഡ് സിസ്റ്റം ഇറ്റ്സ് വെരി സിമ്പിൾ. ലിസൺ ടു ദ ക്ലാസ് കെയർഫുള്ളി, യു വിൽ ഗെറ്റ് ദ മീനിങ്, നോ ഡൗട്ട്. ഓക്കെ, ഇംപ്രസ്ഡ് സിസ്റ്റം. Petty cash book is maintained under impressed system. Petty cash book is maintained under impressed system of accounting. നോക്കുക, പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിലെ ഒരു സിസ്റ്റം ബേസ്ഡ് ആണ്, ഇംപ്രസ്ഡ് സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം, എ സെപ്പറേറ്റ് പേഴ്സൺ ഈസ് അപ്പോയിന്റഡ് ടു റെക്കോർഡ് സ്മോൾ ട്രാൻസാക്ഷൻ. ഹിസ് നെയിം ഈസ് പെറ്റി ക്യാഷർ. ടു മേക്ക് ദ പേയ്മെന്റ് ഹി നീഡ് മണി. പൈസ കൊടുക്കാൻ 20 രൂപയുടെ പെന്ന് വാങ്ങിക്കണമെങ്കിൽ പെറ്റി ക്യാഷർക്ക് പണം വേണം. അത് എവിടുന്ന് കിട്ടും? അത് ആര് കൊടുക്കണം? അത് മെയിൻ ക്യാഷർ കൊടുക്കണം. മെയിൻ ക്യാഷർ അത് എപ്പോഴാണ് കൊടുക്കുക? എല്ലാ മാസവും 1-ാം തീയതി. എല്ലാ മാസം അറ്റ് ദ ബിഗിനിങ് ഓഫ് എവറി മന്ത് ദ മെയിൻ ക്യാഷർ വിൽ ട്രാൻസ്ഫർ an amount to the petty cashier. അപ്പോൾ അവിടെ 2 ക്യാഷർ വന്നു. മെയിൻ ക്യാഷർ, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷറും ഒരു പെറ്റി ക്യാഷറും. അപ്പൊ മെയിൻ ക്യാഷർ എന്താണ്? 1-ാം തീയതി. ഇപ്പൊ ജനുവരി 1 ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ജനുവരി 1-ാം തീയതി പെറ്റി ക്യാഷർക്ക് 1000 രൂപ ട്രാൻസ്ഫർ ചെയ്യും. ആ 1000 രൂപ ഉപയോഗിച്ചുകൊണ്ട് പെറ്റി ക്യാഷർ ജനുവരി മാസത്തിലെ എല്ലാ എമൗണ്ടും മീറ്റ് ചെയ്യണം. അപ്പോൾ മെയിൻ ക്യാഷർക്ക് ഒരു മാസം ഒരു 2000 രൂപ മതി എന്ന് അവർക്ക് മനസ്സിലാവും, ഇല്ലേ? അങ്ങനെ മെയിൻ ക്യാഷർ പെറ്റി ക്യാഷർക്ക് ഒരു മാസത്തിന്റെ ആദ്യത്തിൽ കൊടുക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന്. ക്ലിയർ? ദ മെയിൻ ക്യാഷർ വിൽ ഗിവ് a specific amount to the petty cashier at the beginning of every month. Its name is impressed amount, and the petty cashier will make all the payments out of this impressed amount. And the petty cashier will make all the payments out of this impressed amount. At the end of the month, he will be repaid the actual amount he paid during the month. Suppose ഒരു എക്സാമ്പിൾ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ആ മാസത്തിന്റെ അവസാനം എന്താണ്, എത്രയാണോ ചിലവായത് അത് എഗെയിൻ നെക്സ്റ്റ് മന്ത് പെറ്റി ക്യാഷർക്ക് റീഫണ്ട് ചെയ്യുന്നു.
അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന്. ഇങ്ങനെ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. നമുക്ക് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. Petty cash book is usually maintained under impressed system. Under impressed system, the petty cashier is given a definite sum of money at the beginning of a certain period. This amount is called impressed amount. Very important. പരീക്ഷയ്ക്ക് ചോദിക്കും. Petty cash book is usually maintained under impressed system. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് impressed സിസ്റ്റത്തിന്റെ ബേസിലാണ്. Under this system, the petty cashier is given a definite sum of money at the beginning of a certain period. ഈ സിസ്റ്റത്തിൽ petty cashierക്ക് ഒരു പീരിയഡിന്, അതായത് ഒരു മാസത്തിന്റെ ആദ്യ ദിവസം ഒരു ഡെഫിനിറ്റ് മണി, ഒരു ഫിക്സഡ് മണി മെയിൻ ക്യാഷ്യർ ട്രാൻസ്ഫർ കൊടുക്കുന്നു. ദിസ് എമൗണ്ട് ഈസ് കോൾഡ് ഇംപ്രസ്ഡ് എമൗണ്ട്. ഈ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന്. ദ പെറ്റി ക്യാഷ്യർ മേക്സ് ഓൾ സ്മോൾ പേയ്മെന്റ്സ് ഔട്ട് ഓഫ് ദിസ് ഇംപ്രസ്ഡ് എമൗണ്ട്. പെറ്റി ക്യാഷ്യർ എന്ത് ചെയ്യുന്നു? എല്ലാ കുഞ്ഞു കുഞ്ഞു പേയ്മെന്റുകളും ഈ ഇംപ്രസ്ഡ് എമൗണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ എമൗണ്ട്, അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ആണ്. At the end of the month, the petty cashier is reimbursed for the exact amount he has spent. ആ മാസത്തിന്റെ അവസാനം എത്രയാണോ പെറ്റി ക്യാഷ്യർ സ്പെൻഡ് ചെയ്യുന്നത് ആ എമൗണ്ട് മെയിൻ ക്യാഷ്യർ അഗെയിൻ പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കും. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ക്ലിയർ? ദിസ് സിസ്റ്റം ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് ഈസ് കോൾഡ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഇങ്ങനെ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന്. ഇംപ്രസ്ഡ് സിസ്റ്റം വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇംപ്രസ്ഡ് സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ₹500 is advanced to the petty cashier on 1st January. 500 രൂപ ജനുവരി 1-ാം തീയതി പെറ്റി ക്യാഷ്യർക്ക് മെയിൻ ക്യാഷ്യർ കൊടുത്തു. അപ്പൊ 500 രൂപയാണ് ഇവിടെ ഇംപ്രസ്ഡ് എമൗണ്ട്. ഇഫ് പെറ്റി ക്യാഷ്യർ സ്പെൻഡ് 350 ബൈ ദ എൻഡ് ഓഫ് ജനുവരി, പെറ്റി ക്യാഷ്യർ ജനുവരി 31-ാം തീയതി 350 രൂപ സ്പെൻഡ് ചെയ്തു. ഹി വിൽ ബി 350 രൂപ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ബാക്കി എത്ര പൈസ ഉണ്ട് പെറ്റി ക്യാഷ്യറുടെ കയ്യിൽ? വാട്ട് ഇസ് ദ ബാലൻസ് എമൗണ്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പെറ്റി ക്യാഷ്യർ? 150. 150 രൂപ ജനുവരി 31-ന് ബാക്കിയുണ്ട്. അപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി അഗെയിൻ 500 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മെയിൻ ക്യാഷ്യർ? വേണ്ട. എത്ര കൊടുത്താൽ മതി? 350 രൂപ കൊടുത്താൽ മതി. കാരണം ജനുവരി മാസത്തിലെ ബാലൻസ് ആയിട്ടുള്ള 150 റുപ്പീസ് പെറ്റി ക്യാഷ്യറുടെ കയ്യിലുണ്ട്. അപ്പോൾ ജനുവരി മാസത്തിലെ ബാലൻസ് ആയിട്ടുള്ള 150 റുപ്പിയും ഫെബ്രുവരി മാസത്തിൽ മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് 350 രൂപ അഗെയിൻ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഫെബ്രുവരി മാസം 1-ാം തീയതി പെറ്റി ക്യാഷ്യറുടെ കയ്യിൽ ഇംപ്രസ്ഡ് എമൗണ്ട് വന്നു 500 രൂപ. സോ ദാറ്റ് after including 150, the balance amount he will be again restart with the original amount is 500 on 1st day of February. Clear? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എത്ര പൈസയാണോ ജനുവരിയിൽ സ്പെൻഡ് ചെയ്തത് ആ പണമാണ് ഫെബ്രുവരി 1-ാം തീയതി കൊടുക്കുക. അല്ലാതെ കംപ്ലീറ്റ് എമൗണ്ട് കൊടുക്കില്ല. കാരണം നമ്മൾ ഫിക്സ് ചെയ്യും. ഇംപ്രസ്ഡ് എമൗണ്ട് 500 എന്ന് ഫിക്സ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഇതിന് പകരം 150 രൂപ ജനുവരിയിൽ ബാക്കിയുണ്ട്. ഫെബ്രുവരി മാസത്തിൽ 1-ാം തീയതി 500 കൊടുത്തു കഴിഞ്ഞാൽ ഇംപ്രസ്ഡ് എമൗണ്ട് മാറി 650 രൂപ പെറ്റി ക്യാഷ്യറുടെ കയ്യിൽ വരും. അത് വേണ്ട. കമ്പനിയുടെ റൂൾ എന്താ? ഇംപ്രസ്ഡ് എമൗണ്ട് 500 മതി എന്നാണ്. ക്ലിയർ? ഇതൊരു എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. ഇനി ഇതിന് ജേണൽ എൻട്രി ആവശ്യമാണ്. ഇങ്ങനെ ഇതൊക്കെ ട്രാൻസാക്ഷൻ ആണ്. വെൻ ക്യാഷ് ഓർ ചെക്ക് issued by the main cashier to the petty cashier. സാധാരണ ക്യാഷേ ഉള്ളൂ, ചെക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനേ ഉള്ളൂ. എപ്പോഴും ക്യാഷ് തന്നെയായിരിക്കും കൊടുക്കുക. കാരണം ചെക്ക് കൊടുക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. വെൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഡേ, അതായത് ജനുവരി 1-ാം തീയതി ക്യാഷ് ഇഷ്യൂഡ് ബൈ ദ മെയിൻ ക്യാഷ്യർ ടു ദ പെറ്റി ക്യാഷ്യർ. മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ എൻട്രി വരിക? പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ചെക്ക് ആണെങ്കിൽ ബാങ്ക്, അത് വരാൻ സാധ്യത കുറവാണ്, ആഡ് ചെയ്തേ ഉള്ളൂ. പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. വാട്ട് ഈസ് ദ റീസൺ? വെൻ ദ മെയിൻ ക്യാഷ്യർ ട്രാൻസ്ഫർ ഇംപ്രസ്ഡ് എമൗണ്ട് ടു ദ പെറ്റി ക്യാഷ്യർ, പെറ്റി ക്യാഷ് ഇൻക്രീസസ്. Main cash decreases. When petty cash increase, it is an asset, debit. When main cash decrease, it is also another asset, debit. Main cash കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ എൻട്രി വരുന്നത് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. കാരണം പെറ്റി ക്യാഷ് വർദ്ധിക്കുന്നു, മെയിൻ ക്യാഷ് കുറയുന്നു. അസറ്റ് കൂടുന്നു, അസറ്റ് കുറയുന്നു. ക്ലിയർ? ഇതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി. സെക്കൻഡ് വൺ, ഫോർ ഓൾ എക്സ്പെൻസസ് മെറ്റ്. ഇനി എന്ത് ചെയ്യുന്നു? ഈ നമ്മുടെ പെറ്റി ക്യാഷർ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു, ഓരോ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നു. ആ ഓരോ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന സമയത്തും എൻട്രി വരിക. നമുക്കറിയാം എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ആണ്. എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പെറ്റി ക്യാഷ് ആണ്. സാധാരണ ഇപ്പൊ സാലറി പെയ്ഡിന്റെ എൻട്രി എന്താ? സാലറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ആണ്. ഇവിടെ ക്യാഷ് പേയ്മെന്റ് നടത്തുന്നത് പെറ്റി ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ്. അപ്പം
ഇപ്പോൾ താഴെ ഒരു എക്സാമ്പിൾ നോക്കാം, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. എക്സാമ്പിൾ, ഓട്ടോ ഫെയർ പെയ്ഡ് 50 രൂപ. 50 രൂപ ഓട്ടോ ചാർജ് കൊടുത്തു. എൻട്രി വരുന്ന ഇതാണ് ഓട്ടോ ഫെയർ അക്കൗണ്ട് അപ് ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. ഓട്ടോ ഫെയർ അക്കൗണ്ട് അപ് ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. കാരണം ഓട്ടോ ഫെയർ എക്സ്പെൻസ് ഇൻക്രീസസ്, പെറ്റി ക്യാഷ് കമ്പനിയുടെ അസറ്റ് ആണ്, ആ അസറ്റ് കുറയുന്നു. ഇനി പോസ്റ്റേജ് പെയ്ഡ് അല്ലെ പോസ്റ്റേജ് എക്സ്പെൻസ് 10 റുപ്പീസ്, 10 രൂപ പോസ്റ്റേജ് എക്സ്പെൻസ്. എന്താ എൻട്രി വരിക? പോസ്റ്റേജ് എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. നെക്സ്റ്റ് അൺലോഡിംഗ് ചാർജ് 100 റുപ്പീസ്. ഒരു സാധനം ഇറക്കാൻ വേണ്ടിയിട്ട് ലോഡിംഗ് തൊഴിലാളിക്ക് 100 രൂപ കൊടുത്തു. എൻട്രി വരിക അൺലോഡിംഗ് ചാർജസ് എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. അതാണ് ഇവിടെ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എക്സ്പെൻസസ് ബ്രാക്കറ്റിൽ ഇൻഡിവിജ്വലി ഓരോന്നും സെപ്പറേറ്റ് എഴുതണം. ഇൻഡിവിജ്വലി ഡെബ്റ്റഡ് ടു പെറ്റി ക്യാഷ് അക്കൗണ്ട്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഇതിന്റെ ഫോർമാറ്റ് ആണ്. ഫോർമാറ്റ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. പല കുട്ടികളും ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്, പല കുട്ടികളും ഇത് തെറ്റിക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുക. ഇവിടെ ഡെബിറ്റ് സൈഡാണ്, ഈ കാണുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ് സൈഡാണ്. അതുപോലെ ഈ കാണുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് ഇതിന്റെ ക്രെഡിറ്റ് സൈഡാണ്. ഈ കാണുന്ന സൈഡ് ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, ഇത് ഡെബിറ്റ് സൈഡാണ്, ഇത് ക്രെഡിറ്റ് സൈഡാണ്. ഇനി നോർമൽ ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത നമ്മൾക്കറിയാം. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ് കോളവും എമൗണ്ട് കോളവും ഉണ്ട്. ഡേറ്റ് കോളവും പർട്ടിക്കുലേഴ്സ് കോളവും എമൗണ്ട് കോളവും എവിടെയുണ്ട്? ഡെബിറ്റ് സൈഡിലുണ്ട്, ക്രെഡിറ്റ് സൈഡിലുണ്ട്. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഡേറ്റ് കോളവും പർട്ടിക്കുലേഴ്സ് കോളവും കോമൺ ആണ്. ഡെബിറ്റ് സൈഡിലേക്കും ക്രെഡിറ്റ് സൈഡിലേക്കും വേണ്ടിയിട്ട് ഒരൊറ്റ ഒരു കോളം മാത്രമേ ഉള്ളൂ. ഇവിടെ ഡേറ്റ് എഴുതുക, കോമൺ ആയിട്ട് എഴുതുക, ഇവിടെ പർട്ടിക്കുലേഴ്സ് എഴുതുക. ഈ വി നമ്പർ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ ക്ലിയർ ആവും. ഇപ്പോൾ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ ഫോർമാറ്റ്. നെക്സ്റ്റ് വി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൗച്ചർ നമ്പർ, ബില്ലുണ്ടെങ്കിൽ ആ ബിൽ നമ്പർ. എമൗണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പേ ചെയ്യുന്ന എമൗണ്ട്. ഇവിടെ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4 എന്ന് കാണാം. ഗ്രൂപ്പ് 1 ഇവിടെ കൊടുത്തിരിക്കുന്നത് കൺവെയൻസ് ആണ്. ഗ്രൂപ്പ് 2 കൊടുത്തിരിക്കുന്നത് പോസ്റ്റേജ് ആണ്. ഗ്രൂപ്പ് 3 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്റ്റേഷനറി ആണ്. ഗ്രൂപ്പ് 4 മിസലേനിയസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റങ്ങളെ നമ്മൾ പെറ്റി ക്യാഷറുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ ഗ്രൂപ്പുകളാക്കി തരംതിരിക്കണം. കൺവെയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിംഗ് ഒക്കെ കൺവെയൻസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി കൊറിയർ ചാർജ്, സ്റ്റാമ്പ്, പോസ്റ്റൽ എക്സ്പെൻസ് അതൊക്കെ പോസ്റ്റേജ് ആക്കാം. സ്റ്റേഷനറി എക്സ്പെൻസുകൾ പെന്ന്, പെൻസിൽ, A4 ഷീറ്റ് ഒക്കെ സ്റ്റേഷനറി ആക്കാം. ഇനി വേണമെങ്കിൽ മറ്റൊരു ഗ്രൂപ്പാക്കാം ഓഫീസ് എക്സ്പെൻസ്. ഇതിലൊന്നും പെടാത്ത കാര്യങ്ങൾ മിസലേനിയസ്, പലവക അല്ലറ ചില്ലറ ചിലവുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഡെബിറ്റ്, അതായത് ഈ കോളം ടോട്ടൽ ചെയ്യണം, എമൗണ്ട് പെയ്ഡ് ടോട്ടൽ ചെയ്യണം, ഓരോ ഗ്രൂപ്പ് കോളും ടോട്ടൽ ചെയ്യണം, എന്നിട്ട് നമ്മൾ ബാലൻസ് കണ്ടുപിടിക്കണം. ആ ബാലൻസിനെ നെക്സ്റ്റ് മന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കൂടെ വേണം. ഇപ്പോൾ ഈ ഒരു ഫോർമാറ്റ് നോക്കിയിട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഒന്നും പേടിക്കണ്ട, ഈ ഫോർമാറ്റ് ഒന്ന് നിങ്ങൾ വരച്ച് പഠിക്കുക. എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ചത്, ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താ? പെറ്റി ക്യാഷ് ബുക്ക് എന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.